ട്രെയിനിൽ സെൻട്രൽ പോകാൻ പറ്റുന്നവരെടുത്താണ്. ഓക്കെ. ഞാനിപ്പോൾ ഉള്ളത് ദുബായിലാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം സാക്ഷാത്കരിച്ച നിമിഷം. ഇതിൽ എൻ്റെ കസിനാണ്. കണ്ണൂരിൽ നിന്ന് ദുബായിലേക്കാണ് ഞങ്ങളുടെ യാത്ര. റാസൽ കൈമയിൽ ഇറങ്ങി ബസ് മാർഗമാണ് ദുബായിലെത്തുക. പുലർച്ചെ 3:45 കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട വിമാനം 7 മണിയാവുമ്പോഴേക്കും റാസൽ കൈമയിലെത്തി. വളരെ ചെറുതും തിരക്ക് കുറഞ്ഞതുമായ ഒരു എയർപോർട്ടാണ് റാസൽ കൈമയിലെ. ഇമിഗ്രേഷൻ നടപടികളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങി. പുറത്ത് മലയാളിയായ വിതുൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ബസ് കണ്ടപ്പോൾ തന്നെ ഏറെ സന്തോഷമായി. കാഴ്ചക്ക് വോൾവോയുടെയൊക്കെ നിലവാരത്തിലുള്ള ഒരു ഇലക്ട്രിക് ബസ്സാണ്. പാകിസ്ഥാനിയായ സുമുഖനായ ഒരു ചെറുപ്പക്കാരനാണ് ഡ്രൈവർ. അദ്ദേഹത്തിന് ഞങ്ങളോടൊന്നും ഏറെ താല്പര്യമുള്ളതായി തോന്നിയില്ല. റാസൽ കൈമയിൽ നിന്ന് നേരെ ദുബായിലേക്കാണ് യാത്ര. ദുബായിൽ ചെക്ക് ഇൻ ടൈം 3 മണിയാണ്. രാവിലെ തന്നെ ചെക്ക് ഇൻ ചെയ്യാവുന്ന തരത്തിലാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. പ്രഭാത ഭക്ഷണവും അവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 20 പേരുടെ ഒരു സംഘമാണ് ദുബായ് എന്ന സ്വപ്ന നഗരിയിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. അതിൽ 3 വയസ്സുള്ള വേദങ്ക് മുതൽ 75 വയസ്സുള്ള ലക്ഷ്മിയമ്മ വരെയുണ്ട്. ഇനി 5 ദിവസത്തേക്ക് ഞങ്ങൾ ഒരേ വായു ശ്വസിക്കുകയും ഒരേ കാഴ്ചകൾ കാണുകയും ഒരേ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. ജീവിതത്തിന്റെ വ്യത്യസ്ത തുറകളിൽ നിന്ന് എത്തിയവർ, പക്ഷേ ഞങ്ങൾ ഒരു കുടുംബമായി തീർന്നിരിക്കുന്നു. കെട്ടിടങ്ങളുടെ ബാഹുല്യമൊന്നുമില്ലാത്ത ഒരു തനി മരുഭൂമിയിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. കുറേ സമയത്തെ ബസ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ദുബായ് എന്ന മഹാനഗരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഷെഡ്യൂൾ ചെയ്ത പ്രോഗ്രാം സന്ധ്യയ്ക്ക് ശേഷം മാത്രമേയുള്ളൂ. അതിനാൽ ഞങ്ങൾ മെട്രോയിൽ ഒരു യാത്ര പോയി വരാമെന്ന് തീരുമാനിച്ചു. ഞാനിപ്പോൾ ഉള്ളത് ദുബായിലാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം സാക്ഷാത്കരിച്ച നിമിഷം. പിന്നെ എൻ്റെ വലത് സൈഡിൽ ദുബായ് മെട്രോ. ഞങ്ങളൊന്ന് പുറത്തു പോകാനുള്ള പ്ലാനാണ്. മെട്രോയിൽ ചെറിയൊരു യാത്ര. സിദിൽ എൻ്റെ കസിനാണ്. അപ്പോൾ സിദിൽ ഒന്ന് ഇവിടെ വന്നേരം നമ്മളൊന്ന് മീറ്റ് ചെയ്തതാണ്. ഇതിൽ കുറച്ച് സമയം നമ്മളെ കൂടെ ഉണ്ടാവും. ഇതിൽ കുറേ കാലമായിട്ട് ഇവിടെ ദുബായിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേര് അൽ ഖുസൈസ് എന്നാണ്. ഇത് അൽനാദ സ്ട്രീറ്റിലാണ്. ഇവിടെയുള്ള മെട്രോ സ്റ്റേഷന്റെ പേര് എയർപോർട്ട് ഫ്രീ സോൺ എന്നാണ്. ഇവിടെ നിന്ന് യൂണിയൻ സ്റ്റേഷനിലേക്കും തിരിച്ചുമുള്ള ടിക്കറ്റിന് 10 ദിർഹമാണ് ഈടാക്കിയത്. ഇന്ത്യൻ രൂപയായി കണക്കാക്കുമ്പോൾ ഏകദേശം 250 രൂപ. ഇവിടുത്തെ മെട്രോ ലൈനുകൾ റെഡ് എന്നും ഗ്രീൻ എന്നും ഒക്കെയാണ് അറിയപ്പെടുന്നത്. റെഡും ഗ്രീനും സന്ധിക്കുന്ന ഒരു സ്റ്റേഷനാണ് യൂണിയൻ. ദുബായ് വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ തുടരും. ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.